പ്രിയപ്പെട്ട കുട്ടികളെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ പുതിയ ഒരു സെഷനിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുന്നത് ഇലക്ട്രിക് ഡൈപോൾ, ആ ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെൻറ്റ്, അതുപോലെ ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലെയും ഇക്വറ്റോറിയൽ ലൈനിലെയും ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്തിൻ്റെ ഡെറിവേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഉദ്ദേശിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആയതുകൊണ്ട് പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഡൈപോളിൽ നിന്നും ഒരു ചോദ്യം കിട്ടുന്നതായതുകൊണ്ടും വളരെ ശ്രദ്ധിച്ച് ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ കേട്ടിരിക്കണം. ഇലക്ട്രിക് ഡൈപോൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഡൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഡബിൾ ടണ്ടാണ്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ രണ്ട് പൊളാരിറ്റി, അതായത് പോസിറ്റീവ് പൊളാരിറ്റിയും നെഗറ്റീവ് പൊളാരിറ്റിയും. ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും ഡിസ്പ്ലേസ്ഡ് ആയിട്ടിരിക്കുന്നു. വലിയ അകലത്തിലല്ല, ചെറിയൊരു ദൂരത്തിൽ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഒരു ഇലക്ട്രിക് ഡൈപോളാണ്. പ്ലസ് ക്യൂ മൈനസ് ക്യൂ എന്ന് പറയുന്ന രണ്ട് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് വളരെ ചെറിയൊരു അകലത്തിൽ അതിൽ വെച്ചിരിക്കുന്നു. അപ്പോൾ അതിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫ്ലക്സ് ലൈൻസ് ഒക്കെയാണ് അവിടെ വരച്ച് കാണിച്ചിരിക്കുന്നത്. ഫ്ലക്സ് ലൈൻസിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതായിരുന്നു. ഇപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ നിർവചനം ഇതാണ്: ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. വളരെ ലാർജ് ഡിസ്റ്റൻസ് അല്ല, വളരെ ചെറിയ അകലത്തിലാണ് രണ്ട് ചാർജസ് ഇരിക്കുന്നത്. അതിനാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്. ഈ ഡൈപോളിൻ്റെ ഡൈപോൾ മൊമെന്റ് എന്താണ് നമ്മൾ നോക്കുക. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ചാർജസ് ചെറിയൊരു അകലത്തിലിരിക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു ഡൈപോൾ. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു ചാർജിനെ ആ ഡൈപോളിൻ്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പോൾ ആ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് രണ്ട് ചാർജസ് ആണ്, പ്ലസും മൈനസും ചാർജസ് ആണ്. അപ്പോൾ ക്യൂ വീതമുള്ള ചാർജസ് ആണ്. ആ രണ്ട് ചാർജസിൻ്റെയും സെൻറ്റേഴ്സ് തമ്മിലുള്ള അകലം ഇവിടെ ഡി എന്ന് പറഞ്ഞെടുത്തിട്ടുണ്ട്. ഡി ഈസ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജ് സെൻറ്റേഴ്സ്. അപ്പോൾ ഈ ഡൈപോൾ മൊമെന്റ് എന്ന് പറഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേതെങ്കിലും ഒരു ചാർജിനെ, ക്യൂ എന്ന് പറയുന്ന ചാർജിനെ ആ ഡൈപോളിൻ്റെ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഡി എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് സെൻറ്ററും നെഗറ്റീവ് ചാർജ് സെൻറ്ററും തമ്മിലുള്ള അകലമാണ്. എന്ന് പറഞ്ഞാൽ ആ ഡൈപോളിൻ്റെ നീളം തന്നെയാണ്, ഡൈപോളിൻ്റെ ലെങ്താണ്. അപ്പോൾ ആ ഡൈപോളിൻ്റെ ലെങ്തിനെ അതിലേതെങ്കിലും ഒരു ചാർജ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ടേമിന് പറയുന്ന പേരാണ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. അപ്പോൾ ആ ഡെഫിനേഷൻ ശ്രദ്ധിക്കണം. ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്, ഇറ്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് എനി വൺ ഓഫ് ദ ചാർജ് ആൻഡ് ദ ലെങ്ത് ഓഫ് ദ ഡൈപോൾ. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഡി എന്ന് പറഞ്ഞിരിക്കുന്നതാണ് ഈ പോസിറ്റീവ് ചാർജ് സെൻറ്ററും നെഗറ്റീവ് ചാർജ് സെൻറ്ററും തമ്മിലുള്ള അകലമായിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് വെക്ടർ പി, അതൊരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. വെക്ടർ പി ഈസ് ഈക്വൽ ടു ക്യൂ ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞിരിക്കുന്നത് ഡൈപോളിൻ്റെ ലെങ്ത് ആണ്. ഇപ്പോൾ ഇവിടെ ഞാൻ ഡി എന്ന് എടുത്തിരിക്കുന്നതുകൊണ്ടാണ് പി എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു ഡി ആയിട്ട് എടുത്തിരിക്കുക. ഞാൻ ആ ലെങ്ത് 12 ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു 12 വരും. ശ്രദ്ധിക്കുക, ദിസ് ഈസ് എ വെക്ടർ ക്വാണ്ടിറ്റി ഉണ്ടോ, പി വെക്ടർ എന്ന്. അതിന് അപ്പോൾ തന്നെ ഡയറക്ഷൻ ഉണ്ട്. ആ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് പോസിറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്കായിരിക്കും. ശ്രദ്ധിക്കണം, ഈ ഡൈപോൾ മൊമെന്റിന്റെ അതൊരു വെക്ടർ ആയതുകൊണ്ട് തന്നെ വെക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് വെക്ടർ പി ഈസ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ്. ഇറ്റ്സ് ഡയറക്ഷൻ ഈസ് ടുവേർഡ്സ് പോസിറ്റീവ് ചാർജ്. ഇപ്പോൾ ഡൈപോൾ മൊമെന്റിന്റെ ഇലക്ട്രിക് ഡൈപോൾ ഈസ് എ പെയർ ഓഫ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് separated by a very small distance. The electric field produced by a dipole is known as dipole electric field. Electric dipole moment is a vector quantity and used to measure the strength of an electric dipole. ഇവിടെ കൊടുത്തിരിക്കുന്നത് പ്ലസ് ക്യൂ മൈനസ് ക്യൂ എന്ന് പറയുന്ന രണ്ട് ചാർജസ് ആണ്. അവ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് 12 ആയിട്ട് എടുത്തിരിക്കുകയാണെങ്കിൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു 12 ആണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജിന്റെ സമൂഹത്തേക്കായിരിക്കും. ഐ ക്യാപ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ഘടകമാണ്. ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഐദർ ചാർജ് ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ചാർജസ്. അതുപോലെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് കൂളം മീറ്റർ ആണ്. കാരണം കൂളംബ് എന്ന് പറയുന്ന ചാർജിന്റെ യൂണിറ്റും മീറ്റർ എന്ന് പറയുന്നത് ഡിസ്റ്റൻസിന്റെ യൂണിറ്റും ആയതുകൊണ്ട് കൂളംബ് മീറ്റർ എന്ന് പറയുന്നതാണ് ഈ ഡൈപോൾ മൊമെന്റിന്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡെറിവേഷനാണ് നമ്മൾ കാണാനായിട്ട് പോവുക.
ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്, നിങ്ങളിത് എഴുതി പഠിക്കേണ്ടതാണ്. ഈ ഡെറിവേഷൻ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ ബുക്കിൽ എഴുതി വെക്കണം. അതുപോലെ തന്നെ ഇത് വായിച്ച് പഠിക്കരുത്. ഈ ഡെറിവേഷൻ നിങ്ങൾ ഒന്ന് എഴുതി നോക്കിയാൽ നമുക്ക് പരീക്ഷയ്ക്ക് വരുമ്പോൾ അത് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇവിടെ ഡൈപോൾ വെച്ചിരിക്കുകയാണ്. എയിലും ബിയിലും രണ്ട് ചാർജസ്, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് വെച്ചിരിക്കുന്നു. ഇപ്പോൾ എയിലിരിക്കുന്ന ചാർജ് നിങ്ങളെ ഫിഗർ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. -Q എന്ന് പറയുന്ന ചാർജ് എയിലിരിക്കുന്നു, +Q എന്ന് പറയുന്ന ചാർജ് ബിയിലും വെച്ചിരിക്കുന്നു. അപ്പോൾ അവ തമ്മിലുള്ള അകലം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2L ആയിട്ട് എടുത്തിരിക്കുകയാണ്. 2L എന്ന് പറയുന്നത്. O എന്ന് പറയുന്നത് ഇതിൻ്റെ മിഡ് പോയിന്റ് ആണ്. AB എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഡൈപോളിൻ്റെ മിഡ് പോയിന്റ് ആണ് O എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ മിഡ് പോയിന്റിൽ നിന്നാണ് നമ്മൾ മെഷർമെന്റ്സ് എടുക്കുന്നത്. അപ്പോൾ ഡൈപോളിന്റെ ലെങ്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ L വരുള്ളൂ. 2L ടോട്ടൽ ലെങ്ത് ആണ്. അപ്പോൾ ഹാഫ് ലെങ്ത് എന്ന് പറഞ്ഞാൽ L. അതായത് AO എന്ന് പറയുന്നതും OB എന്ന് പറയുന്ന ലെങ്തും L വീതമാണ്. L+L ആണ് 2L. AB എന്ന് പറയുന്ന ലെങ്ത് 2L ആയിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ആക്സിസിലൂടെ കടന്നു പോകുന്ന ലൈൻ ആണല്ലോ നമ്മൾ ആക്സിയൽ ലൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ AB എന്ന് പറഞ്ഞിരിക്കുന്ന ഡൈപോളിന്റെ ആക്സിസിലൂടെ കടന്നു പോകുന്ന ലൈൻ, ആക്സിയൽ ലൈൻ ശ്രദ്ധിക്കുക. ആ ആക്സിയൽ ലൈനിൽ P എന്ന് പറയുന്ന ഒരു പോയിന്റ് മാർക്ക് ചെയ്തിരിക്കുന്നുണ്ട്. റെഡ് മാർക്കിൽ കൊടുത്തിരിക്കുന്ന P എന്ന് പറയുന്ന ഒരു പോയിന്റ്. ആ P എന്ന് പറയുന്നത് അപ്പോൾ ആക്സിയൽ ലൈനിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആണ്. ആ P എന്ന് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഈ ഡൈപോളിന്റെ സെന്ററിൽ നിന്നും, അതായത് O എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും Pയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് X ആയിട്ട് എടുത്തിരിക്കുകയാണ്. X എന്ന് പറയുന്നതാണ് ഈ മിഡ് പോയിന്റിൽ നിന്നും, അതായത് ഡൈപോളിന്റെ മിഡ് പോയിന്റിൽ നിന്നും P എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരം, ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് OP, ശ്രദ്ധിക്കുക, OP എന്ന് പറയുന്ന ദൂരം എന്ന് പറയുന്നത് X ആണ്. അപ്പോൾ ഇതിന്റെ മിഡ് പോയിന്റിൽ നിന്നും X അകലെ കിടക്കുന്ന Pയിൽ കിടക്കുന്ന അല്ലെങ്കിൽ P എന്ന് പറയുന്ന സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുകയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമുക്കറിയാം പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ അനുസരിച്ചിട്ട് രണ്ടോ അതിലധികമോ ചാർജസ് ഉണ്ടെങ്കിൽ ആ ഓരോ ചാർജും ആ സ്ഥലത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുക, അതിന്റെ വെക്ടർ സം എടുക്കുക. അതാണ്. ഇപ്പോൾ ഇവിടെ രണ്ട് ചാർജസേ ഉള്ളൂ. അപ്പോൾ രണ്ട് ചാർജസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുക, അതങ്ങോട്ട് വെക്ടർ സം എടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ P എന്ന് പറയുന്നത്, P എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. അതെന്ന് പറയുന്നത് EA + EB എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. EA എന്ന് പറയുന്നത് എയിലിരിക്കുന്ന ചാർജ്, അതായത് -Q എന്ന് പറയുന്ന ചാർജ് Pയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് EA ആയിട്ട് നമ്മൾ എടുത്തിരിക്കുക. അത് വെക്ടർ ക്വാണ്ടിറ്റി ആണ്, ശ്രദ്ധിച്ചോണം. അതുപോലെ EB എന്ന് പറയുന്നത് ബിയിലിരിക്കുന്ന ചാർജ്, അതായത് +Q പോസിറ്റീവ് ചാർജ് Pയിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് ആണ്, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആണ് EB എന്ന് പറഞ്ഞിരിക്കുക. ഈ രണ്ടിൻ്റെയും കൂടെ വെക്ടർ സം ആണ് ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പോയിന്റ് P. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ EA ആൻഡ് EB ആർ കൊളീനിയർ ആൻഡ് ഓപ്പോസിറ്റ് വെക്ടേഴ്സ്. ഈ വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യമേ നമ്മൾ P എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ടെസ്റ്റ് ചാർജ് വെച്ചിട്ട്, ടെസ്റ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ആണ്. അപ്പോൾ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് Pയിൽ കൊണ്ടുവച്ചാൽ ആ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ +Q എന്ന് പറയുന്ന ബിയിലിരിക്കുന്ന +Q എന്ന് പറയുന്ന ചാർജ് റിപ്പൽ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ വലതേക്കായിരിക്കും. അപ്പോൾ ഡയറക്ഷൻ വലതേക്ക് എന്ന് പറഞ്ഞാൽ +Q, ബിയിലിരിക്കുന്ന +Q എന്ന് പറയുന്ന ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേഴ്സ് റൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ -Q, ബിയിലിരിക്കുന്ന -Q എന്ന് പറയുന്ന ചാർജ് ഈ Pയിൽ വച്ചിരിക്കുന്ന ടെസ്റ്റ് ചാർജിനെ അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ -Q പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേഴ്സ് ലെഫ്റ്റ് ആയിരിക്കും. ഈക്വൽ അല്ല, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഈക്വൽ അല്ല, കാരണം Pയിൽ നിന്നും ബിയിലേക്കും എയിലേക്കുമുള്ള അകലം ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് മാഗ്നിറ്റ്യൂഡ്സ് ഈക്വൽ അല്ല, പക്ഷെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആകുകയും ചെയ്യും. ഇപ്പോൾ EA എന്ന് പറയുന്നതിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. ഇപ്പോൾ EA എന്ന് പറഞ്ഞാൽ -Q എന്ന് പറയുന്ന ചാർജ് Pയിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ്. നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ ഡിസ്റ്റൻസ് R ഫ്രം എ ചാർജ് Q എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ക്യാപിറ്റൽ E = 1/4πε0 Q/r². അതാണ് ഇവിടെ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എയിൽ നിന്നും Pയിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് കിട്ടണം. ആ ഡിസ്റ്റൻസ് നമുക്ക് എടുക്കാം. നമ്മൾ എടുത്തിട്ടുണ്ട് P എന്ന് പറയുന്ന പോയിന്റ് Oയിൽ നിന്നും X അകലെയാണ്. അപ്പോൾ എയിൽ നിന്നുള്ള ദൂരം കിട്ടണമെന്നുണ്ടെങ്കിൽ AO + OP എടുത്താൽ മതി.
ഇപ്പോൾ എ ഒ എന്ന് പറയുന്ന ദൂരം ഡൈപോൾ ലെങ്തിൻ്റെ പകുതിയാണ്. ഡൈപോളിൻ്റെ ലെങ്ത് 2L ആണെന്ന് പറഞ്ഞു. അപ്പോൾ എ ഒ എന്ന് പറയുന്ന ലെങ്ത് L ആണ്. ആ L പ്ലസ് എക്സ്, എക്സ് എന്ന് പറയുന്നത് ഒയിൽ നിന്നും പിയിലേക്കുള്ള ദൂരമാണ്. അപ്പോൾ എക്സ് പ്ലസ് എൽ എന്ന് പറയുന്നതാണ് എയിൽ നിന്നും പിയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ആ വാല്യൂസ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഈ എ എന്ന് പറയുന്നത് 1/4πε0 Q ഡിവൈഡ് ബൈ എക്സ് പ്ലസ് എൽ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ആറിൻ്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് എൽ വന്നിരിക്കുകയാണ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് നെഗറ്റീവ് ചാർജിന് സമീപത്തേക്കായിരിക്കും അത് അട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഇടത്തേക്കായിരിക്കും അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ ബി എന്ന് പറയുന്നത് ബിയിലിരിക്കുന്ന പ്ലസ് ക്യൂ പോസിറ്റീവ് ചാർജ് അതായത് സെയിം സ്ഥലത്ത്, അതായത് പി എന്ന് പറയുന്ന സെയിം പോയിന്റിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ അത് ഇതുപോലെ സെയിം ഇക്വേഷൻ തന്നെ ഉപയോഗിച്ച് നമുക്ക് എഴുതാം. അപ്പോൾ ബി പി എന്ന് പറയുന്ന ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സിൽ നിന്നും എൽ അങ്ങ് കുറച്ചാൽ മതി. എക്സ് മൈനസ് എൽ എന്ന് പറയുന്നതാണ് പ്ലസ് ക്യൂവിൽ നിന്നും നമ്മൾ എടുത്തിരിക്കുന്ന പി എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇ ബി എന്ന് പറഞ്ഞാൽ 1/4πε0 Q ഡിവൈഡ് ബൈ എക്സ് മൈനസ് എൽ ഹോൾ സ്ക്വയർ. അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ബൈ പ്ലസ് ക്യൂ, അല്ലെങ്കിൽ ബിയിലിരിക്കുന്ന ആ ചാർജ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് രണ്ടും ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെ വെക്ടർ സം എടുക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇ പി ഈസ് ഈക്വൽ ടു 1/4πε0 Q ഡിവൈഡ് ബൈ എക്സ് മൈനസ് എൽ ഹോൾ സ്ക്വയർ മൈനസ് Q ഡിവൈഡ് ബൈ എക്സ് പ്ലസ് എൽ ഹോൾ സ്ക്വയർ എന്നുള്ളതാണ്. അത് LCM എടുക്കുക, സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമുക്ക് താഴത്തെ സ്റ്റെപ്പ് കിട്ടും. 1/4πε0 2 ഇൻറ്റു Q ഇൻറ്റു 12x ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇതേ രീതിയിൽ ഇ പി എന്ന് പറയുന്നത് നമുക്ക് റെഡ്യൂസ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. 1/4πε0 2px ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ റേസ് ടു എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇ പി ഈക്വൽ ടു 1/4πε0 2px ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ മൈനസ് എൽ സ്ക്വയർ ഹോൾ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം മാഗ്നറ്റ്യൂഡ് വലുത് പോസിറ്റീവ് ചാർജ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡാണ്. കാരണം അതാണ് അടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇൻറ്റൻസിറ്റി ആയിരിക്കും കൂടുതൽ നെഗറ്റീവ് ചാർജിനേക്കാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നെറ്റ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഏതാണോ വലിയ ക്വാണ്ടിറ്റി അതിൻ്റെ ഡയറക്ഷനിലായിരിക്കും, വലത്തേക്കായിരിക്കും. അപ്പം ടുവേഴ്സ് റൈറ്റ് ആയിരിക്കും ഈ പറഞ്ഞ നെറ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിനകത്തൊരു അപ്രോക്സിമേഷൻ നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ ഈ ഇക്വേഷനിൽ നമ്മൾ എടുക്കുന്ന അപ്രോക്സിമേഷൻ എന്ന് പറയുന്നത് എൽ ഈസ് മച്ച് ലെസ് ദാൻ എക്സ്. എൽ എന്ന് പറയുന്നത് ഈ ഡൈപോളിൻ്റെ ലെങ്തിൻ്റെ പകുതിയാണ്. ഡൈപോളിൻ്റെ ലെങ്ത് തന്നെ വളരെ ചെറുതായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുക. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ മിഡ് പോയിന്റിൽ നമ്മൾ എടുത്തിരിക്കുന്ന അകലമാണ്. ആ അകലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൽ എന്ന് പറയുന്നത് വളരെ ചെറുതാണെങ്കിൽ എൽ സ്ക്വയർ എന്ന് പറയുന്നത് വീണ്ടും നെഗ്ലിജിബിളി സ്മോൾ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് എൽ സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഇക്വേഷനകത്തേക്ക് നമുക്ക് 0 ആയിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാം. എൽ ചെറുതായതുകൊണ്ട് എല്ലിൻ്റെ സ്ക്വയർ എടുത്താൽ വീണ്ടും അതിലും വളരെ ചെറുതായിരിക്കും. ഉദാഹരണത്തിന് എല്ലിൻ്റെ വാല്യൂ 0.01 ആണെന്ന് വിചാരിച്ചു. അപ്പോൾ എൽ സ്ക്വയർ എടുത്താൽ 0.0001 എന്ന് പറയുന്നത് 0യോട് വളരെ ചേർന്നൊരു വാല്യൂ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അപ്രോക്സിമേഷൻ എൽ സ്ക്വയർ നമ്മൾ 0 ആക്കി എടുക്കുക. അപ്പോൾ അങ്ങനെ എൽ സ്ക്വയർ നമ്മൾ 0 ആക്കി എടുത്തു കഴിഞ്ഞാൽ ആ ഇ പി എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇതുപോലെ എഴുതാം. 1/4πε0 ഇൻറ്റു 2p ബൈ എക്സ് ക്യൂബ് എന്ന് എഴുതാം. അപ്പോൾ അതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ആൻ ഇലക്ട്രിക് ഡൈപോൾ. Direction of electric field intensity at a point on the axial line due to a dipole is always along the direction of dipole moment. Dipole momentന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടതായിരുന്നു നെഗറ്റീവ് ചാർജിൽ നിന്നും പോസിറ്റീവ് ചാർജിലേക്കാണ്. അപ്പോൾ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ഈ ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് ഒന്ന് എഴുതി നോക്കിയാൽ മതി. ഇതിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. അപ്പം ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ 1/4πε0 2p ബൈ എക്സ് ക്യൂബ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടാൽ മതി. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓൺ ദ ഇക്വറ്റോറിയൽ അല്ലെങ്കിൽ ബൈസെക്റ്റിംഗ് പ്ലെയിനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ. ഇവിടെ ഡൈപോള് വെച്ചിരിക്കുന്നു. എയിലും ബിയിലും തന്നെയാണ് ഡൈപോൾ വെച്ചിരിക്കുന്നത്. എയിൽ -q നേരത്തെ പോലെ തന്നെ -q വെച്ചിരിക്കുന്നു. ബിയിൽ +q വെച്ചിരിക്കുന്നു. ഒ മിഡ് പോയിന്റ് ആണ്. അപ്പോൾ AO എന്ന് പറയുന്നതും OB എന്ന് പറയുന്നതും
എൽ വീതമാണ്, ലെങ്ത് 2L ആണ്. ടോട്ടൽ ലെങ്ത്, അതായത് എ ബി എന്ന് പറയുന്ന ലെങ്ത് 2L ആകുമ്പോൾ അതിൻ്റെ ഹാഫ് ലെങ്ത് എന്ന് പറയുന്നത് എൽ വീതമാണ്. ഈ ആ ഒ എന്ന് പറയുന്ന മിഡ് പോയിന്റിലും ബൈസെക്ട് ചെയ്തിരിക്കുന്നു ലൈൻ, അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നതാണ് ബൈസെക്ടിങ് പ്ലെയിൻ. ആ ആക്സിസിൽ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് എടുത്തിരിക്കുന്നു. ആ പോയിന്റ് എടുത്തിരിക്കുന്നത് എക്സ് ഡിസ്റ്റൻസ് അകലെ തന്നെയാണ്. ഒയിൽ നിന്നും ക്യൂവിലോട്ടുള്ള ദൂരം എന്ന് പറയുന്നത് എക്സ് ആയിട്ട് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നു. ഒ ക്യൂ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ക്യൂ എന്ന് പറഞ്ഞ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുക. ബൈസെക്ടിങ് പ്ലെയിനിലെ അല്ലെങ്കിൽ ഇക്വറ്റോറിയൽ ലൈനിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ തന്നെ മൈനസ് ക്യൂവും പ്ലസ് ക്യൂവും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റികൾ കണ്ടുപിടിക്കുക, അതിൻ്റെ വെക്ടർ സം എടുത്തേക്കുക. അപ്പോൾ ആദ്യമേ ഈ എ എന്ന് പറയുന്നത് എയിലിരിക്കുന്ന മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ക്യൂവിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ പഠിച്ച പോയിന്റ് ചാർജിൽ നിന്നും ആർ ഡിസ്റ്റൻസ് അകലെയുള്ള, ഇപ്പോൾ ഇവിടുത്തെ ആർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എ ക്യൂ എന്ന് പറയുന്നതാണ് ഡിസ്റ്റൻസ് ഫ്രം ദ ചാർജ്. ആ ആർ ഡിസ്റ്റൻസ് അകലെ ഉള്ള പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ നമുക്ക് എഴുതാം. 1/4πε0 ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. അപ്പോൾ അത് പൈതഗോറസ് തിയറം അനുസരിച്ചിട്ടാണ് നമ്മൾ എഴുതിയിരിക്കുക. അപ്പോൾ അത് കർണമായിട്ട് വരും. പാദം എന്ന് പറയുന്നത് എൽ, എ ഒ എന്ന് പറയുന്നത് എൽ ആണ്. ലംബം ആയിട്ട് വരുന്നത് ഒ ക്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഇസിക്കൽ കർണം സ്ക്വയർ എന്നുള്ള രീതി അനുസരിച്ചിട്ടാണ് നമ്മളവിടെ എഴുതിയിരിക്കുക. ഇ എ ഈസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. പിന്നെ അവിടെ സ്ക്വയർ ഇടേണ്ട ആവശ്യമില്ല, കാരണം അവിടെ കർണത്തിന്റെ സ്ക്വയർ തന്നെയാണ് അവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇ ബി എന്ന് പറയുന്നത് പ്ലസ് ക്യൂ ചാർജ് ക്യൂവിൽ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയാണ്. അപ്പം അതിൻ്റെ ഇക്വേഷനും ഇതേപോലെ തന്നെ നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ എന്ന് പറയുന്നത് തന്നെയാണ്. അതായത് എ ക്യൂ എന്ന് പറയുന്ന ആ ദൂരവും ബി ക്യൂ എന്ന് പറയുന്ന ദൂരവും തുല്യമായിരിക്കും. അതുകൊണ്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ്സ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് തുല്യമാണ്. ഇ എ എന്ന് പറഞ്ഞിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡും ഇ ബി എന്ന് പറയുന്ന പ്ലസ് ക്യൂ ചാർജ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡും ഈക്വൽ ആണ്. പക്ഷേ ഡയറക്ഷൻ ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഇ എയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ക്യൂ എയിലേക്കാണ്, ക്യൂവിൽ നിന്നും എയിലേക്കാണ്. അതാണ് ഈ എയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ ബിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ടെസ്റ്റ് ചാർജ് വെച്ചിട്ട് വിട്ടാൽ മതി, അത് ഇതിലേ പോകുന്നു നോക്കുക. അപ്പം മൈനസ് ക്യൂ അവിടെ ഇല്ല, പ്ലസ് ക്യൂ മാത്രം ബിയിലുള്ളൂ എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ടെസ്റ്റ് ചാർജ് വെച്ചിട്ട് വിട്ട് കഴിഞ്ഞാൽ ആ ടെസ്റ്റ് ചാർജ് പോകുന്ന വഴി എന്ന് പറയുന്നത് എലോങ് ദ ലൈൻ ബി ക്യൂ, ആ ബി ക്യൂ മുകളിലോട്ട് നീട്ടുക. അപ്പോൾ അതായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ അവിടുത്തെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എലോങ് ക്യൂ എ ആയിരിക്കും മൈനസ് ക്യൂ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇ എ ഇ ബി എന്ന് പറഞ്ഞിരിക്കുന്നത് രണ്ട് വെക്ടേഴ്സ് ആണ്. വെക്ടേഴ്സ് നമ്മൾ വെക്ടർ ലോസ് ഉപയോഗിച്ച് ആഡ് ചെയ്യണം. ഇപ്പോൾ ഇത് ഒന്നെങ്കിൽ നമുക്കിത് ഒരു പാരലോഗ്രത്തിന്റെ രണ്ട് സൈഡുകളായിട്ട് റെപ്രസെന്റ് ചെയ്തിട്ട് പാരലോഗ്രം അതിന്റെ ഡയഗണൽ കംപ്ലീറ്റ് ചെയ്ത് അതെടുത്താൽ മതി. പാരലോഗ്രം ലോ ഓഫ് വെക്ടർ അഡീഷൻ ഉപയോഗിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ വേറൊരു രീതി എന്ന് പറയുന്നത് ഈ രണ്ട് വെക്ടേഴ്സിനെ നമുക്ക് റെക്ടാങ്കുലർ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാം അല്ലെങ്കിൽ റിസോൾവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ റിസോൾവ് ചെയ്തിട്ട് നമ്മൾ ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ റെക്ടാങ്കുലർ കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ ബി എന്ന് പറഞ്ഞിരിക്കുന്ന വലത് സൈഡിലേക്ക് മാറ്റി വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബി എന്ന് പറഞ്ഞിരിക്കുന്ന ആ വെക്ടറിനെ രണ്ട് റെക്ടാങ്കുലർ കമ്പോണന്റുകളായിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. പെർപെൻഡിക്കുലർ കമ്പോണന്റ് എന്ന് പറയുന്നത് ഇ ബി സൈൻ തീറ്റ ആണ്. ആംഗിൾ തീറ്റ ഏതെന്ന് നോക്കിയുള്ള മാർക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ടുവേഴ്സ് ലെഫ്റ്റ് അത് എന്ന് പറയുന്നത് ഇ ബി കോസ് തീറ്റ ആണ്. ഇപ്പോൾ പെർപെൻഡിക്കുലർ കമ്പോണന്റ് ഇ ബി സൈൻ തീറ്റയും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇ ബി കോസ് തീറ്റയും. അതുപോലെ തന്നെ ഇ എ എന്ന് പറഞ്ഞിരിക്കുന്ന ആ വെക്ടറിനെയും രണ്ട് കമ്പോണൻസ് ആയിട്ട് നമുക്ക് റിസോൾവ് ചെയ്യാം. ഹൊറിസോണ്ടൽ കമ്പോണന്റും അതുപോലെ വെർട്ടിക്കൽ കമ്പോണന്റും. അപ്പോൾ അതിൻ്റെ വെർട്ടിക്കൽ കമ്പോണന്റ് എടുത്താൽ ഇ എ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലായിരിക്കും. അതുപോലെ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ഇ എ കോസ് തീറ്റ ടുവേഴ്സ് ലെഫ്റ്റ് തന്നെയായിരിക്കും. നമുക്കറിയാം ഇക്വേഷൻ ഈ രണ്ട് ഇ എയുടെയും ഇ ബിയുടെയും ഇക്വേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ്സ് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഇ എ ഈസ് ഈക്വൽ ടു ഇ ബി എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ
അപ്വേർഡ് ഡയറക്ഷനിലുള്ള കമ്പോണന്റ് ഇ ബി സൈൻ തീറ്റയും ഇ എ സൈൻ തീറ്റയും കൂടെ ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ അവശേഷിക്കുന്നത് ഹൊറിസോണ്ടൽ കമ്പോണന്റുകൾ മാത്രമേ ഉള്ളൂ. ഇ എ കോസ് തീറ്റ പ്ലസ് ഇ ബി കോസ് തീറ്റ എന്ന് പറയുന്ന രണ്ട് ഹൊറിസോണ്ടൽ കമ്പോണന്റുകളാണ് അവിടെ അവശേഷിക്കുക. അതായത് ഇ ക്യൂ എന്ന് പറയുന്നത്, ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇ എ കോസ് തീറ്റ പ്ലസ് ഇ ബി കോസ് തീറ്റ ആയിരിക്കും. ഇ എയുടെയും ഇ ബിയുടെയും മാഗ്നിറ്റ്യൂഡ് തുല്യമായതുകൊണ്ട് 2 ടൈംസ് ഇ എ കോസ് തീറ്റ ആയിരിക്കും. ഇ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 ക്യൂ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണ്. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ക്യൂ എന്ന് പറയുന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് 1/4πε0 ഇൻറ്റു 2 ക്യൂ ബൈ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ എന്ന് പറയുന്നതാണ് വരിക. ആ കോസ് തീറ്റ എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുക. ഒ ക്യൂ ഒ എ എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുക. അതിൽ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ക്യൂ എ ഒ തീറ്റയാണ്. അപ്പോൾ കോസ് തീറ്റ എടുക്കുക. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനീസ്. അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എ ഒ ആണ്, അത് എൽ ആണ്. ഹൈപ്പോട്ടനീസ് എന്ന് പറയുന്നത് എ ക്യൂ ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ റൈസ് ടു ഹാഫ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ആണ്. അപ്പോൾ ആ വാല്യൂ ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ, കോസ് തീറ്റയുടെ വാല്യൂ ഞങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഈ ക്യൂ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ ഇൻറ്റു 2l ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ റൈസ് ടു 3/2. ഇപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ റൈസ് ടു ഹാഫ് എന്ന് പറയുന്നത് ഡിനോമിനേറ്ററിൽ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ റൈസ് ടു 3/2 എന്ന് വരും. അപ്പോൾ അതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ക്യൂ അതായത് ഇക്വറ്റോറിയൽ ലൈനിലെ മിഡ് പോയിന്റിൽ നിന്നും എക്സ് അകലെയുള്ള സ്ഥലത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷനാണ് 1/4πε0 പി ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ റൈസ് ടു 3/2 എന്ന് പറഞ്ഞു വന്നിരിക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ ആർഗ്യുമെന്റ് വീണ്ടും നമ്മൾ പറയുകയാണ്. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അപേക്ഷിച്ച് എൽ വളരെ ചെറുതായതിനാൽ നമുക്ക് എൽ സ്ക്വയർ നെഗ്ലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എൽ സ്ക്വയർ നമ്മൾ 0 ആയിട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്താൽ ഈ ഇക്വേഷനിൽ എൽ സ്ക്വയർ നമ്മൾ 0 ആക്കി കഴിഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/4πε0 പി ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ റൈസ് ടു 3/2 എന്ന് പറഞ്ഞു വരും. എക്സ് സ്ക്വയർ റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് എക്സ് ക്യൂബ് എന്നായിട്ടത് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടുന്നത് ഇ ക്യൂ എന്ന് പറയുന്നത് 1/4πε0 പി ബൈ എക്സ് ക്യൂബ് എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ്റെ നേരെ പകുതി ഇതുള്ളൂ എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതായത് ഒരു ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലെയും ഇക്വറ്റോറിയൽ ലൈനിലെയും മിഡ് പോയിന്റിൽ നിന്ന് തുല്യ ദൂരം ഉള്ള സ്ഥലത്താണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റികൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ബൈസെക്റ്റിംഗ് പ്ലെയിനിൽ ആക്സിയൽ ലൈനിലെ അതേ ഡിസ്റ്റൻസിലുള്ളതിൻ്റെ നേരെ ഹാഫ് എ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി വരുള്ളൂ. അതല്ലെങ്കിൽ ആക്സിയൽ ലൈനിൽ ഡബിൾ ആയിരിക്കും. അപ്പോൾ ആ റേഷ്യോ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 2:1 എന്നുള്ളതാണ് ആ റേഷ്യോ നമുക്ക് കിട്ടുക. ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് എ പോയിന്റ് ഓൺ ദ ഇക്വറ്റോറിയൽ ലൈൻ due to a dipole is parallel and opposite to the direction of dipole moment. If the observation point is far away or when the dipole is very short, then the electric field intensity at a point on the axial line is double the electric field intensity at a point on the equatorial line. അതാണ് ഞാൻ പറഞ്ഞ റേഷ്യോ എടുത്താൽ 2:1 ആയിരിക്കും. ഇക്വറ്റോറിയൽ ലൈനിൽ നേരെ ഹാഫേ കാണുള്ളൂ, ആക്സിയൽ ലൈനിലുള്ളതിൻ്റെ നേരെ ഹാഫേ കാണുള്ളൂ എന്ന് ചുരുക്കം. അടുത്തതായിട്ട് നമ്മളൊരു ഡൈപോൾ, ഈ ഡൈപോൾ തന്നെ നമ്മളൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുക. ഈ ഡൈപോൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചിരിക്കുക. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ പാരലൽ ആയിട്ടുള്ള ലൈൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഇ ആണ്. അപ്പോൾ അങ്ങനെ ക്യാപിറ്റൽ ഇ സ്ട്രെങ്ത് ഉള്ള യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ വെച്ചിരിക്കുകയാണ്. ഡൈപോളിൻ്റെ ലെങ്ത് 2l ആണ്. പ്ലസ് ക്യൂ മൈനസ് ക്യൂ ആണ് ഡൈപോള്. അപ്പോൾ ഡൈപോള് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൽ വെച്ചാൽ ആ രണ്ട് ചാർജിലും ഫോഴ്സസ് അനുഭവപ്പെടും. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനാണ്. അപ്പോൾ ക്യൂ എന്ന് പറയുന്ന പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ക്യൂ ഇൻറ്റു ഇ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലായിരിക്കും. റെഡ് മാർക്ക് കാണിച്ചിരിക്കുന്നത് പ്ലസ് ക്യൂവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷനാണ്. അതുപോലെ തന്നെ മൈനസ് ക്യൂ എന്ന് പറയുന്ന ചാർജിലും ഫോഴ്സ് അനുഭവപ്പെടുന്നുണ്ട്.
അതിൻ്റെ മാഗ്നിറ്റ്യൂഡും സെയിം തന്നെയാണ്, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്, ഇടത്തോട്ട് ആയിരിക്കും. അപ്പോൾ ക്യു ഇ എന്ന് പറയുന്ന ഫോഴ്സ് ഇടത്തേക്ക് മൈനസ് ക്യൂ ചാർജിൽ ആക്ട് ചെയ്യുന്നു. അതേ ഫോഴ്സ് തന്നെ പ്ലസ് ക്യൂവിൽ വലത്തേക്ക് മാറ്റി ചെയ്യുന്നു. ഇപ്പോൾ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സസ് ആണ് ആക്ടിങ് അറ്റ് ഡിഫറെൻ്റ് ലൈൻ ഓഫ് ആക്ഷൻ, സെയിം ലൈൻ ഓഫ് ആക്ഷനിലല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ടോർക്ക് എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ ഫോഴ്സ് ആണ്. അതിനെക്കുറിച്ച് കഴിഞ്ഞ വർഷം റൊട്ടേഷണൽ ഡൈനാമിക്സിനകത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സസ് ഈ ഡൈപോളിൽ ആക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ടോർക്ക് അനുഭവപ്പെടുന്നു. ആ ടോർക്കിൻ്റെ ഫലമായിട്ട് ഈ ഡൈപോൾ ടേൺ ചെയ്യും. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞാൽ എനി വൺ ഓഫ് ദ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എനി വൺ ഓഫ് ദ ഫോഴ്സ് എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു ഇ ആണ്. അപ്പോൾ ആ രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്നതിൻ്റെ പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുന്നത് 12 sin θ വരും. ഇപ്പോൾ ആംഗിൾ തീറ്റ അവിടെ കൊടുത്തിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രണ്ട് ഫോഴ്സസ് ആക്ട് ചെയ്യുന്ന ലൈനുകളുടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 12 sin θ ആണ്. അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് ക്യൂ ഇൻറ്റു ഇ ഇൻറ്റു 12 sin θ. ഇപ്പോൾ ക്യൂ ഇൻറ്റു 12 എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ടതാണ്, ഡൈപോൾ മൊമെൻ്റ് ആണ്. പി എന്ന് പറയുന്നത് ഡൈപോൾ മൊമെൻ്റ് ആണ്. അപ്പോൾ പി ഇ സൈൻ തീറ്റ എന്ന് പറയുന്നതാണ് ടോർക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ക്രോസ് പ്രോഡക്റ്റ് അനുസരിച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ പി ക്രോസ് ഇ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ഓൺ എ electric dipole, on an electric dipole if it is kept in a uniform electric field. The direction of torque is perpendicular and into the plane containing P and E. നമുക്ക് ക്രോസ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പി വെക്ടറിനും ഇ വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഈ പറഞ്ഞിരിക്കുന്ന പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും ഇതിൻ്റെ ഡയറക്ഷൻ, ടോർക്കിൻ്റെ ഡയറക്ഷൻ കിടക്കുന്നത്. അത് കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ടോർക്കിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ന്യൂട്ടൺ മീറ്റർ ആണ്. അപ്പോൾ ടോർക്കിൻ്റെ ഇക്വേഷൻ്റെ ഡെറിവേഷൻ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് പി ക്രോസ് ഇ ആണ്, അല്ലെങ്കിൽ പി ഇ സൈൻ തീറ്റ എന്ന് പറയുന്ന ടോർക്ക് ഈ ഡൈപോളിൽ ആക്ട് ചെയ്യും. ആ ടോർക്കിൻ്റെ ഫലമായിട്ട് ഈ ഡൈപോൾ ടേൺ ചെയ്തിട്ട് ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ട് അലൈൻ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഇലക്ട്രിക് ഫീൽഡിന് പാരലായിട്ട് അലൈൻ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ടോർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ വാല്യൂ എത്ര വരും? പി ക്രോസ് ഇ എന്ന് പറഞ്ഞാൽ പി ഇ സൈൻ തീറ്റ ആണ്. അപ്പോൾ ആംഗിൾ പിയും ഇയും പാരലായിട്ട് വരികയാണെങ്കിൽ പി ഇ സൈൻ 0 എന്ന് പറയുന്നത് 0 ടോർക്കാണ് വരിക. എന്ന് പറഞ്ഞാൽ വളരെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ അതിരിക്കും. അതായത് ഈ ഡൈപോൾ എന്ന് പറയുന്നത് വെച്ചിരിക്കുന്നത് എക്സ്റ്റേണൽ ഫീൽഡിന് പാരലായിട്ടാണെങ്കിൽ അതിൽ അനുഭവപ്പെടുന്ന ടോർക്ക് 0, ഫോഴ്സും 0. എന്ന് പറഞ്ഞാൽ ആ ഡൈപോൾ എന്ന് പറയുന്നത് റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും എന്ന് നമ്മൾ പറയും. ടോർക്ക് ഇല്ലെങ്കിൽ റൊട്ടേഷണൽ ഫോഴ്സ് ഇല്ല. അതുപോലെ തന്നെ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലുമായിരിക്കും ഈ പറഞ്ഞ ഡൈപോൾ എന്ന് പറയുന്നത്. കാരണം അതിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും, ബാലൻസ് ചെയ്ത് പോകും. അപ്പോൾ നെറ്റ് ഫോഴ്സ് 0 ആണെങ്കിൽ ട്രാൻസ്ലേഷണൽ മോഷൻ അതിനില്ല. അതുപോലെ തന്നെ ടോർക്ക് ഇല്ല, ടോർക്കും 0 ആയിട്ട് പോകുന്നു. എന്നാൽ ഈ ഡൈപോൾ വെച്ചിരിക്കുന്ന ഒരു നോൺ യൂണിഫോം ഫീൽഡിലാണെന്ന് വിചാരിച്ചു. നോൺ യൂണിഫോം ഫീൽഡിലാണെങ്കിൽ പ്ലസ് ക്യൂലും മൈനസ് ക്യൂലും ആക്ട് ചെയ്യുന്ന ഫോഴ്സസിൻ്റെ മാഗ്നിറ്റ്യൂഡ്സ് ഡിഫറെൻ്റ് ആയിരിക്കും. P1 എന്ന് പറയുന്നതാണ് ക്യൂവിൽ ആക്ട് ചെയ്യുന്ന ക്യൂയിൽ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്കിൽ ക്യൂവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ക്യൂ ഇൻറ്റു E1 ആയിരിക്കും. E2 എന്ന് പറയുന്നതാണ് മൈനസ് ക്യൂവിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എങ്കിൽ ക്യൂ ഇൻറ്റു E2 എന്ന് പറയുന്നതായിരിക്കും മൈനസ് ക്യൂവിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് തുല്യമല്ല നോൺ യൂണിഫോം ഫീൽഡിലാണെങ്കിൽ. അപ്പോൾ ആ ഒരു കേസിൽ there is an unbalanced force experiencing on this. As a result, there will be a translatory motion as well as rotatory motion. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡൈപോൾ വെച്ചിരിക്കുന്നത് ഒരു നോൺ യൂണിഫോം ഫീൽഡിലാണെങ്കിൽ ബോത്ത് ഫോഴ്സ് ആൻഡ് ടോർക്ക് വിൽ ബി എക്സ്പീരിയൻസ്ഡ് ആൻഡ് ആസ് എ റിസൾട്ട് there is a translatory motion as well as rotatory motion. എന്നാൽ ഇതൊരു യൂണിഫോം ഫീൽഡിലാണ് വെച്ചിരിക്കുന്നതെങ്കിൽ only rotatory motion, that means only torque and no force, and hence there is no translational force. അപ്പോൾ അതാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് 0 ആണെങ്കിൽ ടോർക്ക് 0 ആണ്. തീറ്റ 90 ആണെങ്കിൽ സൈൻ 0 മാക്സിമം ടോർക്ക് അനുഭവപ്പെടും. അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ അവിടെ ഈ പറഞ്ഞ ഡൈപോൾ വെച്ചിരിക്കുന്നതെങ്കിൽ മാക്സിമം ടോർക്കാണ് അനുഭവപ്പെടുക. അതുപോലെ 180 ഡിഗ്രി ആൻറ്റി പാരലായിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിലായിരിക്കും ഇത് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുപോലെ വർക്ക് ഡൺ ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ ഇൻ എ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ്.
ഇപ്പോൾ നമുക്കറിയാം ഈ ഡൈപോള് ഒരു എക്സ്റ്റേണൽ ഫീൽഡിൽ തീറ്റ ആംഗിൾ തിരിച്ച് വെച്ചിരിക്കുകയാണ്. തീറ്റ ആംഗിൾ നമ്മൾ ടേൺ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ അതിൽ ടോർക്ക് അനുഭവപ്പെടും. ടോർക്കിൻ്റെ ഡെറിവേഷൻ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞേ ഉള്ളൂ. പി ഇ സൈൻ തീറ്റ എന്ന് പറയുന്ന ടോർക്ക് അതിൽ അനുഭവപ്പെടും. ആ ഓറിയൻറ്റേഷനിൽ ഇരിക്കുന്ന ഡൈപോളിനെ നമ്മളൊരു ചെറിയൊരു ആംഗിൾ ഡി തീറ്റ ടേൺ ചെയ്യുകയാണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. അപ്പോൾ അതിന് വേണ്ടി വരുന്ന വർക്ക് ഡി ഡബ്ല്യു ആണ്. അപ്പോൾ സ്മോൾ വർക്ക് റിക്വയർഡ് റൊട്ടേറ്റ് എ സ്മോൾ ആംഗിൾ ഡി തീറ്റ. ഡി തീറ്റ എന്ന് പറയുന്ന ഇൻഫിനിറ്റ്ലി സ്മോൾ ആയിട്ടുള്ള ഒരു ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടി വരുന്ന വർക്ക് എന്ന് പറയുന്നത് ഡി ഡബ്ല്യു എന്ന് പറയുന്നതാണ് വർക്ക്. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ടോർക്ക് ഇൻറ്റു ആംഗുലർ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ടോ ഇൻറ്റു ഡി തീറ്റ. അപ്പോൾ ടോയുടെ വാല്യൂ എന്ന് പറയുന്നത് പി ഇ സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ ആയിട്ട് കൊടുക്കുക. അപ്പോൾ അതാണ് സ്മോൾ വർക്ക് റിക്വയർഡ് ടു റൊട്ടേറ്റ് ദ ഡൈപോൾ ബൈ സ്മോൾ ആംഗിൾ ഡി തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് ദിസ് ഡൈപോൾ ഫ്രം ആൻ ഇനിഷ്യൽ ഓറിയൻറ്റേഷൻ തീറ്റ 1 ടു എ ഫൈനൽ ഓറിയൻറ്റേഷൻ തീറ്റ 2 ആണെങ്കിൽ ഇങ്ങനെയുള്ള ഡി ഡബ്ല്യൂസ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. അതിനെ പോലെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇൻ്റഗ്രൽ ഫ്രം തീറ്റ 1 ടു തീറ്റ 2 പി ഇ സൈൻ തീറ്റ ഡി തീറ്റ എന്നുള്ളതാണ്. അപ്പോൾ തീറ്റ 1 എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡുമായിട്ട് ഇനിഷ്യൽ ഓറിയൻറ്റേഷൻ ആണ്. ഈ ഡൈപോൾ ഇനിഷ്യലായിട്ട് എത്ര ആംഗിൾ ടേൺ ചെയ്തിരുന്നു എന്നുള്ളതാണ് തീറ്റ 1. തീറ്റ 2 എന്ന് പറയുന്നത് നമ്മൾ ടേൺ ചെയ്തിട്ട് ഫൈനൽ ഓറിയൻറ്റേഷൻ ആണ് തീറ്റ 2 എന്ന് പറയുന്നത്. അപ്പോൾ തീറ്റ 1 ഇനിഷ്യൽ ഓറിയൻറ്റേഷനിൽ ഇരുന്ന ഡൈപോളിനെ തീറ്റ 2 എന്ന് പറയുന്ന ഫൈനൽ ഓറിയൻറ്റേഷനിലേക്ക് ടേൺ ചെയ്യിക്കാനായിട്ട് വേണ്ടി വന്ന വർക്കാണ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ തീറ്റ 1 ടു തീറ്റ 2 പി ഇ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് പറയുന്നത്. ആ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഡബ്ല്യു ഇസ് ഈക്വൽ ടു പി ഇ കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 എന്നുള്ളതാണ്. ഇനിഷ്യലി നമ്മൾ ഈ ഡൈപോൾ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ടാണ് വെച്ചിരുന്നത് എന്ന് വിചാരിക്കുക. അതായത് തീറ്റ 1 എന്ന് പറയുന്നത് 90 ഡിഗ്രി. ആ 90 ഡിഗ്രിയിൽ നിന്നും ഒരു തീറ്റ ആംഗിൾ ടേൺ ചെയ്തു. അപ്പോൾ തീറ്റ 2 എന്ന് പറയുന്നത് തീറ്റയാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ഡബ്ല്യു എന്ന് പറയുന്നത് വർക്ക് ഡൺ എന്ന് പറയുന്നത് പി ഇ കോസ് 90 ഇനിഷ്യൽ ഓറിയൻറ്റേഷൻ ആയിരുന്നു പറഞ്ഞു. കോസ് 90യുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0 ആണ്. അവിടുന്ന് തീറ്റ 2 എന്ന് പറയുന്ന തീറ്റ ഓറിയൻറ്റേഷനിലേക്ക് മാറുകയാണ് എന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് പി ഇ ഇൻറ്റു 0 മൈനസ് കോസ് തീറ്റ എന്നായിട്ട് മാറും. അതായത് ഇക്വേഷൻ പൊട്ടൻഷ്യൽ എനർജി ഈസ് ആർബിട്രറിലി ടേക്കൺ ആസ് 0 when the dipole is at 90 degree ആയിട്ട് എടുത്തിരിക്കുകയാണ്. Then potential energy in rotating the dipole and inclining it an angle theta is potential energy. അതാണ് ഇതിന് ആ തീറ്റ ആംഗിൾ ടേൺ ചെയ്യിക്കാൻ വേണ്ടി വന്ന വർക്കാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് മൈനസ് പി ഇ കോസ് തീറ്റ ആണ്. അതല്ലെങ്കിൽ മൈനസ് പി ഡോട്ട് ടി എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ക്യാൻ be taken 0 arbitrarily at any position of the dipole. അപ്പോൾ അതാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, മൈനസ് പി ഡോട്ട് ടി. പി ക്രോസ് ഇ എന്ന് പറയുന്നത് ഇതിൻ്റെ ടോർക്കിൻ്റെ ഇക്വേഷൻ ആയിരുന്നു. അത് ടോർക്ക് ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് ദിസ് ഡൈപോൾ ബൈ ആൻ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് മൈനസ് പി ഇ കോസ് തീറ്റയാണ്. അതാണ് ആ ഓറിയൻറ്റേഷനിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് അതിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഡൈപോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞിരിക്കുന്ന എന്താണ് ഡൈപോൾ മൊമെൻറ്റ്, അതുപോലെ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലെയും ഇക്വറ്റോറിയൽ ലൈനിലെയും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റികളുടെ ഡെറിവേഷൻസ്, അതുപോലെ ടോർക്ക് എക്സ്പീരിയൻസ് ആണ് ഡൈപോൾ കെപ്റ്റ് ഇൻ ആൻ എക്സ്റ്റേണൽ ഫീൽഡ്, അതുപോലെ അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ വർക്ക് ഡൺ ഇൻ റൊട്ടേറ്റിംഗ് ദാറ്റ് ഡൈപോൾ ബൈ ആൻ ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജിയാണ്. അതിൻ്റെ ഇക്വേഷന് ഡെറിവേഷൻ. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഏതെങ്കിലും ഒരു പോർഷൻ ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പോൾ അതുകൊണ്ടത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് പഠിക്കുക. ഈ രണ്ട് ഡെറിവേഷൻസും എഴുതി നോക്കിക്കോണം. ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലെയും ഇക്വറ്റോറിയൽ ലൈനിലെയും ഇക്വേഷൻസിൻ്റെ ഡെറിവേഷൻ. ഓക്കെ, താങ്ക് യു.